അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ. ഇന്ന് പറയാൻ പോകുന്നത്, പല ആളുകളും ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. പലർക്കും പല വിധത്തിലുള്ള വിഷമങ്ങളാണ്. വീടില്ലാത്തവരുണ്ട്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതുപോലെ മക്കളുടെ ദുസ്വഭാവം കാരണം ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളുമുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ പലവിധ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കും എത്രയും വേഗം ജോലി റെഡിയാവാനുള്ള ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദുആയെക്കുറിച്ചാണ്, ഖുർആനിക ആയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജോലി ഉണ്ടായിട്ടും അതിൽ ബർക്കത്ത് ഇല്ലാത്തവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ അമലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ ഉടൻ തന്നെ നല്ല ബർക്കത്തുള്ള ജോലി ശരിയാവുന്നതാണ്. എല്ലാ നിസ്കാര ശേഷവും സൂറത്തുൽ ആലിംറാനിലെ 73, 74 ആയത്ത് പതിവാക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നല്ലൊരു ജോലി ശരിയാവണമെന്ന നല്ല നിയ്യത്തോടു കൂടി ഓതുക. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم يختص برحمته من يشاء والله ذو الفضل العظيم. ആദ്യം നാം അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക. എൻ്റെ റബ്ബിന്റെ മുന്നിൽ കൈ ഉയർത്തി എനിക്ക് ജോലി ലഭിക്കുമെന്ന ഉദ്ദേശത്തോടെ, നല്ല വിശ്വാസത്തോടെ, അള്ളാഹുവിൽ നല്ല വിശ്വാസത്തോടെ മനസ്സിൽ, ഹൃദയത്തിൽ ആ വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഇഹലോകത്തിലെ വിജയത്തിനുള്ളതെല്ലാം പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമായ ഖുർആനിലുണ്ട്. ഖബർ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ എത്തിച്ചേരാൻ അങ്ങനെ വേണ്ടതെല്ലാം നമ്മുടെ ഖുർആനിലുണ്ട്. അപ്പോൾ ആ മഹത്തായ കിതാബിന്റെ പരിശുദ്ധത കൊണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഖബറിൽ നമുക്ക് കൂട്ടുകാരനായി വരുന്നതും നാം ചെയ്ത സൽക്കർമ്മങ്ങളും ഈ ഖുർആനും മാത്രമാണ്. നാം ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവുകയും മനസ്സിന് സമാധാനവും റാഹത്തും ഉണ്ടാവുകയും ചെയ്യും. എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരികയും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കി തരികയും ചെയ്യട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.